റിപ്പബ്ലിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് ബംഗാൾ. ഒരു ബോർഡർ സ്റ്റേറ്റ് ആണ്. നമുക്ക് അതിനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു കുട്ടിച്ചോറാക്കി ഒരു മെസ്സാക്കി വെക്കാൻ പറ്റില്ല. എന്നാലും 2011 മുതൽ തുടങ്ങുന്ന ഈ മമതയുടെ ഒരു ഭരണം ഇത്തവണയും മാറുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. വളരെ ഭീകരമായ രീതിയിലായിരുന്നു ഇവിടെ ഈ സംഘപരിവാർ ഈ വലത് പക്ഷക്കാരും പ്രചരണം. ഇപ്പം ആ നരേറ്റീവ് നമ്മൾ കേൾക്കുന്നില്ല. പവർ പ്ലേയിലേക്ക് സ്വാഗതം. 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ രാജ്യം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാന തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 23-29 തീയതികളിൽ നടക്കാൻ പോകുന്ന പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മലയാളികൾക്ക് ഏറെ താല്പര്യമുള്ള തെരഞ്ഞെടുപ്പ് പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പായിരിക്കാം. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെക്കാൾ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് SIR വഴി പുറത്താക്കപ്പെട്ട ലക്ഷക്കണക്കിന് വോട്ടർമാരെക്കുറിച്ചാണ്. ഏകദേശം 91 ലക്ഷത്തിൽ താഴെ വോട്ടർമാർ SIR പ്രക്രിയ പൂർത്തിയായതിനു ശേഷം പുറത്താക്കപ്പെട്ടു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത്, ഇത് ബാധിക്കാൻ പോകുന്നത്? ആസൂത്രിതമായ ഒരു പുറത്താക്കലാണോ SIRലൂടെ നടപ്പാക്കപ്പെട്ടത്? ഈ വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായ R രാജഗോപാലുണ്ട്. ടെലിഗ്രാഫിൻ്റെ മുൻ എഡിറ്ററാണ്. അദ്ദേഹം കൊൽക്കത്തയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. സ്വാഗതം സാർ. ബംഗാൾ തെരഞ്ഞെടുപ്പ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ SIR തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിഷയം. ഈ SIR എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറുന്നത്? ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ പോലും ബാധിക്കാൻ പോകുന്ന തരത്തിൽ, മറ്റൊരർത്ഥത്തിൽ ബംഗാൾ പിടിച്ചെടുക്കാനുള്ള BJP ഏറെക്കാലമായി നടപ്പാക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇപ്പോൾ ഈ SIR പോലും എന്നാണ് അവിടെ പ്രതിപക്ഷ പാർട്ടി, അവിടെ തൃണമൂൽ കോൺഗ്രസും അതുപോലെ മറ്റു പാർട്ടികളുമൊക്കെ വാദിക്കുന്നത്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥമായൊരു ചിത്രം? എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാര്യം ഇതിനകത്തുള്ള SIR സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ 90 ലക്ഷം ആളുകളെയാണ്, വോട്ടേഴ്സിനെയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നത്. ഈ 90 ലക്ഷത്തിനകത്ത് 60 ലക്ഷത്തിന് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ പുറത്താക്കിയെന്ന് പറയും. അവരിൽ പലരും മരിച്ചു പോയവരോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തുള്ളവരോ മറ്റു സ്റ്റേറ്റുകളിലോട്ട് പോയവരോ, പിന്നെ രേഖകളില്ലാത്ത, ജെന്യുവനായിട്ട് രേഖകളില്ലാത്ത, അപ്പൊ അവരിൽ പലരും മിക്കവരും ജെന്യുവൻ കേസാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, അത് കുറച്ച് ഒരു മാസം നേരത്തെ തന്നെ ആ ലിസ്റ്റ് വന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പരാതിയുള്ളവർക്ക് ഈ ഫോം 6 എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഏതൊരു പൗരനും പുതുതായിട്ട് തെരഞ്ഞെടുപ്പ് നമ്മുടെ വോട്ടറാവകാശത്തിന് വേണ്ടി അപേക്ഷിക്കാവുന്ന ഫോം 6 വെച്ച് അപേക്ഷിക്കാം. അപ്പൊ ആ 60 ലക്ഷം വലിയ പ്രശ്നമുണ്ടാക്കും എന്ന് നമുക്ക് തോന്നുന്നില്ല. പ്രധാന പ്രശ്നം ഉണ്ടാക്കുന്നത് അണ്ടർ അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ വേറൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. ഈ അതിനകത്ത് 60 ലക്ഷം പേര്, അതായത് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് സ്പെല്ലിങ്ങിൽ മാറ്റുന്നത് ചേരുന്നില്ല, അല്ലെങ്കിൽ മാപ്പ് 2002 ഇതുമായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പല, പിന്നെ ചിലയിടത്ത് ഒരു വ്യക്തിയുടെ മേലിൽ തന്നെ 5-ൽ അധികം ആളുകൾ അല്ലെങ്കിൽ 6-7 പേര് മാപ്പ് ചെയ്തിരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് വീടുകളിൽ, പ്രത്യേകിച്ച് 60-ലും 70-ലും ഒക്കെ ജനിച്ചവരിൽ 7 സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ തന്നെ അത് പ്രത്യേക ഇവിടെ അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഇതാണെന്ന് നമ്മുടെ പല കേന്ദ്ര നേതൃത്വത്തിലുള്ള BJP രാഷ്ട്രീയക്കാർ അങ്ങനെയൊക്കെ ഒരു ഇമേജ് ക്രിയേറ്റ് എല്ലാ മതങ്ങളിലും ഇങ്ങനെയൊക്കെ 6-7 കുട്ടികളെ കൊണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ പ്രധാന പ്രശ്നം വരുന്നത് ഈ 60 രണ്ടാമത് ഞാൻ പറഞ്ഞ അണ്ടർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇതിനകത്ത് 27 ലക്ഷം പേരെയാണ് അതിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. അതിൽ ഇന്ന് വരെ ആകെ 4 പേര് മാത്രമാണ് ട്രൈബ്യൂണൽ ഹിയറിംഗ്, അപ്പീല്. നമുക്ക് അതിനെതിരെ അപ്പീൽ പോവാം, ഒരു ട്രൈബ്യൂണലിനടുത്ത് അപ്പീൽ പോവാം. അപ്പൊ ഈ 27.3 അങ്ങനെ കണ്ടാൽ ലക്ഷം പേരിൽ മിനിഞ്ഞാന്ന് രാത്രി ഇവിടെ വോട്ടർ ലിസ്റ്റ് അവർ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഇലക്ഷനിൽ നമുക്ക് പേര് ചേർക്കാൻ പറ്റില്ല, അൺലെസ് നമ്മൾ സുപ്രീം കോടതി 13-ാം തീയതി ഒരു ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. അതിന് ഈ സുപ്രീം കോടതി പ്രത്യേക ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇനിയും പേര്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 27 ലക്ഷത്തിനാണ് നമുക്ക് എങ്ങനെയാണ് അത് ബാധിക്കുന്നുള്ള ഒരു വലിയ പ്രശ്നം. നമ്മള് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ മൊത്തം നേരത്തെ പറഞ്ഞ 60 ലക്ഷവും ഈ 27 എല്ലാം കൂടെ ഏകദേശം 90 ലക്ഷത്തോളം. ഇതിനിടയ്ക്ക് ഒരു 5 ലക്ഷം കൂടെ വന്നിരുന്നു. അതിൽ കുറച്ചുപേര് വീണ്ടും തിരിച്ചു കയറി. അങ്ങനെ എല്ലാം കൂടെ എനിക്കൊണ്ട് 90 ലക്ഷം പേരാണ് മൊത്തം പുറത്തായിരിക്കുന്നത്. ആ ഒരു മുഴുവൻ കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പൊ കൽക്കട്ട ഡിസ്ട്രിക്ട്, നമ്മുടെ തിരുവനന്തപുരം കൽക്കട്ട ഡിസ്ട്രിക്റ്റിനകത്ത് പല സീറ്റുകളുണ്ട്.
കൽക്കട്ട ഡിസ്ട്രിക്റ്റിനകത്ത് 11 നിയമസഭാ സീറ്റുകളാണുള്ളത്. അപ്പൊ ഇന്നലെ ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന ടെലിഗ്രാഫ് പത്രം അവരൊരു സ്റ്റഡി നടത്തിയിട്ട് പറയുന്നത് ഈ 11 സീറ്റുകളിലും കഴിഞ്ഞ തവണത്തെ, അതായത് 2024 ലോക്സഭ, ഈ 11 നിയമസഭാ സീറ്റുകളിൽ ലോക്സഭ ഇലക്ഷന്റെ അവസാനം നടന്ന ഇലക്ഷന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 11 സീറ്റുകളിലും വിക്ടറി മാർജിനെക്കാട്ടി കൂടുതലാണ് ഈ ഡിലീറ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം. എന്ന് പറഞ്ഞാൽ കൂടുതൽ പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല. ചിലയിടത്തൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പൊ ചൗരങ്കി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ പ്രസ്റ്റീജിയസ് ആയിട്ടൊരു സീറ്റ് ഉണ്ട് കൽക്കട്ടയിൽ. ആ സീറ്റിൽ 80,000 വോട്ടർമാരാണ് ഒരൊറ്റ സീറ്റിൽ മാത്രം ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാർജിൻ 20,000 ഉണ്ട്. അപ്പൊ അത്രയും വ്യത്യാസം വരുന്നു. പക്ഷെ ഞാൻ പറയുന്ന ഇത് നമുക്ക് പക്ഷെ ഒരു ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നേരത്തെ പറഞ്ഞ കാര്യം, കഴിഞ്ഞ ഈ മറ്റ് 60 ലക്ഷം നേരത്തെ പറഞ്ഞ അവരും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പൊ അവര് ചിലപ്പോൾ പലരും ജെന്യൂൻ വോട്ടേഴ്സ് ആയിരിക്കില്ല. അത് മാത്രമല്ല അവര് കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. കാര്യം മരിച്ചുപോരും അങ്ങനെയൊക്കെ ആണെങ്കിൽ. അപ്പൊ അതൊന്നും കൂട്ടാൻ പറ്റില്ല അതൊക്കെ വ്യക്തമായി. പക്ഷെ ഈ 27 മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ അവരുടെ ഒരു ഇതനുസരിച്ച് 27 ലക്ഷം അണ്ടർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പുറത്താക്കപ്പെട്ടവര്, അത് വളരെ ഉത്കണ്ഠ കാര്യം. ഈ 27.2 ലക്ഷം പേർക്കും വോട്ട് ചെയ്യണം താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അവർ രണ്ടാമത് അഡ്ജുഡിക്കേഷൻ ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്ത് വീണ്ടും അവരെ പുറത്താക്കിയിട്ട് വീണ്ടും അവർക്ക് ഇനി അപ്പീലിനും വേണം. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, അവരുടെ ഡോക്യുമെന്റ്സും ഉണ്ട്. അപ്പൊ ഇവരുടെ കണക്ക് ഈ 27.5 ലക്ഷം നമ്മൾ കണക്കൂട്ടെങ്കിൽ 45 സീറ്റുകളിൽ നേരത്തെ പറയാം, മൊത്തം ബംഗാളിൽ 45 സീറ്റുകളിൽ മാർജിനെക്കാട്ടി കൂടുതലാണ് ഈ സീറ്റുകൾ. പക്ഷെ തൃണമൂൽ ഇപ്പോഴും വളരെ ആത്മവിശ്വാസം തന്നെയാണ്. അവര് പറയുന്ന രാഷ്ട്രീയപരമായി ഗ്രൗണ്ടില് 2021 കഴിഞ്ഞ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ 2021 പിന്നെ ലോക്സഭാ ഇലക്ഷൻ 2024, ഇതിൽ രണ്ടിലും തൃണമൂൽ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അവർ രാഷ്ട്രീയപരമായി ഗ്രൗണ്ടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ അവര് വളരെ കോൺഫിഡന്റ് ആണ്. പക്ഷെ നമ്മൾ കണക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 45 സീറ്റിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അല്ല, ഇതിൽ ചില വിഭാഗക്കാർ ബോധപൂർവമായി ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള ഒരു പരാതികൾ ഉയർന്നുണ്ട്. അതും പ്രത്യേകിച്ച് നമ്മുടെ ബോർഡർ ഡിസ്ട്രിക്റ്റില് എവിടെയൊക്കെ മുസ്ലിം ജനവിഭാഗങ്ങൾ കൂടുതലുണ്ടോ അവിടെയെല്ലാം ഏറ്റവും കൂടുതൽ പേര് നഷ്ടപ്പെട്ടിരിക്കുന്ന ഇവരുടെയാണ്. എന്ന് മാത്രമല്ല പലപ്പോഴും നമുക്ക് വളരെ സംശയം ഉണ്ടാകുന്നില്ല. ഇപ്പൊ ഉദാഹരണം ഞാൻ ഒരു മുഴുവൻ പേരെയും പറഞ്ഞ ഒരു ഷെയ്ഖ് റജീബ് ഞങ്ങളുടെ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം 104 വയസ്സുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എല്ലാ ഇലക്ഷനിലും വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ 2002 ഷെയ്ഖ് റജീബ് എന്നാണ് പേര്, അങ്ങനെ എഴുതിയിട്ട്. പക്ഷെ ഇപ്പൊ അത് രാജീവ് ഷെയ്ഖ് എന്ന ഷെയ്ഖ് ഇപ്പുറത്തൊന്നുമില്ല. ഇപ്പൊ അതിന്റെ പേരിൽ മാത്രം വോട്ട് നിരാകരിക്കുക. വേറൊരു ഇതിപ്പോ ഒരു രേണു ഖാട്ടൂൺ എന്ന് പറഞ്ഞ് ഇവിടെ വളരെ അവരൊരു വളരെ ദാരുണമായ, വളരെ ചെറുപ്പക്കാരിയ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ അവർക്ക് നേഴ്സായിട്ട് ജോലി കിട്ടിയപ്പോൾ അവരുടെ ഭർത്താവ് അങ്ങനെ ജോലിക്ക് വിടാൻ താല്പര്യമില്ലാതെ അവരുടെ വലത് കൈ മുറിച്ചു കളയുകയും അതിനുശേഷം അവര് ആശുപത്രി വെച്ച് ഇടത് കൈ കൊണ്ട് തന്നെ എഴുതാൻ പ്രാക്ടീസ് ചെയ്ത് ഈ വിവരങ്ങൾ അറിഞ്ഞ് മുഖ്യമന്ത്രി മമതാ ബാനർജി അവർക്ക് പ്രത്യേകമായ രീതിയിൽ ജോലി കൊടുക്കുകയും അവർക്ക് പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ കൈയെല്ലാം വെച്ച് അവരുടെ പേരും, അതായത് ബംഗാൾ മുഴുവൻ വളരെ ആഘോഷിക്കപ്പെട്ട ഒരു കാര്യം, ഒരു ഇന്ത്യൻ സ്ത്രീയുടെ എംപവർമെന്റിന്റെ ഒരു വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് ആ വനിത. അവരുടെ പേര് വെട്ടിക്കളയുക ഇങ്ങനെയുള്ള. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ഒരു ഹബീബ് എന്ന് പറഞ്ഞ അദ്ദേഹം ബർദ്വാൻ ഡിസ്ട്രിക്റ്റില് അദ്ദേഹം അവിടുത്തെ ഇലക്ഷന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ്, സീനിയർ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് വെട്ടി. എന്നിട്ട് പറയണം അദ്ദേഹത്തിന് ഇലക്ഷൻ ജോലിക്ക് വേണം. ഇലക്ഷൻ ജോലി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാൻ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് അവർ വെട്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സംശയം ഉണ്ടാവാറുണ്ട്. പക്ഷേ 34 ലക്ഷം മുസ്ലിങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇന്നിപ്പോ മമതാ ബാനർജി പറഞ്ഞ അത് പക്ഷെ കൂടുതൽ ഹിന്ദു ഒരുപാട് വരും. അതിലധികം പേര് 60 ലക്ഷത്തോളം ഹിന്ദുക്കളെയും മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ബംഗ്ലാദേശുമായി കണക്ട് ചെയ്തിട്ടാണ് ഇതിന് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ വലിയ തോതിൽ ഒഴിവാക്കുന്നത്. മുസ്ലിങ്ങളുണ്ട്. പക്ഷെ ഇപ്പോ ബംഗ്ലാദേശിനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. കാര്യം ഇപ്പോ പുതിയ ഗവൺമെന്റ് വന്ന ശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ കേന്ദ്ര സർക്കാരും ബംഗ്ലാദേശ് ഗവൺമെന്റ് ഇപ്പോഴത്തെ ഗവൺമെന്റ് തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ തന്നെ വേണം. അത് ഇംപ്രൂവ് ചെയ്യാൻ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നെയ്ബർ ഒരു അയൽ രാജ്യമാണല്ലോ ബംഗ്ലാദേശ്. അപ്പൊ അതിന് ശ്രമിക്കുന്നതുകൊണ്ട് അതല്ലായിരുന്നെങ്കിൽ അത് ഈ ബംഗ്ലാദേശിന്റെ പേര് പറഞ്ഞ് ഇവര് ഭയങ്കരമായ രീതിയിൽ അങ്ങനെയായിരുന്നു തുടങ്ങിയത്. അന്ന് ബംഗ്ലാദേശിൽ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഇലക്ഷൻ കഴിഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ
വളരെ ഭീകരമായ രീതിയിലായിരുന്നു ഇവിടെ ഈ സംഘപരിവാറും ഈ വലത് പക്ഷക്കാരും പ്രചരണം. പക്ഷെ ഇപ്പം ആ നരറ്റീവ് നമ്മൾ കേൾക്കുന്നില്ല. കാര്യം എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശൊക്കെ വളരെ സൂക്ഷ്മയോടെ ശ്രദ്ധിക്കുന്ന ഇലക്ഷൻ. അപ്പൊ നമ്മൾ നയതന്ത്ര ബന്ധം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് അതുമായിട്ട് കേൾക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും അണ്ടർകറന്റ് ആ ഒരു നരറ്റീവ് ഉണ്ട്. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ CAA ഉടൻ തന്നെ നടപ്പാക്കും. BJP അധികാരത്തിൽ വന്നാൽ CAA ഉടൻ തന്നെ നടപ്പാക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കൾക്ക് അത് കൃത്യമായി പറയുന്നില്ല, അവർക്ക് പൗരത്വം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും, പക്ഷേ നുഴഞ്ഞുകയറ്റക്കാരെ കർശനമായി തടയുമെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിപ്പോ ആരും അവര് വേണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവര് ആരെങ്കിലും പറഞ്ഞോ തടയണ്ടെന്ന്? അവര് തടയാതെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇന്നിപ്പോ ഉത്തർപ്രദേശിൽ ഇന്ന് കണ്ടില്ലേ നമ്മൾ ഏകദേശം എത്ര 3 കോടിയും കൊണ്ട് 2 കോടി വോട്ടേഴ്സിന് അവിടെ. ഈ 2 കോടിയും ഒരു നുഴഞ്ഞ കയറ്റക്കാരാണോ? അപ്പൊ ഇത്ര ഉത്തർപ്രദേശ് എത്ര നാളായിട്ട് ഇവരുടെ കയ്യിലിരിക്കല്ലേ? അപ്പൊ ഇവരുടെ സമ്പൂർണ്ണ പരാജയമായിട്ട് ഉടനെ അവിടുത്തെ സർക്കാർ രാജിവെക്കേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ, ഈ പോയവരെല്ലാം നുഴഞ്ഞ കയറ്റക്കാരാണെങ്കിൽ? അതുപോലെ മധ്യപ്രദേശിൽ എനിക്ക് തോന്നുന്നു വളരെയധികം മറ്റല്ല എനിക്കൂടെ ഏറ്റവും കൂടുതൽ ആളുകളുടെ പേര് ഇപ്പൊ ശതമാനം വെച്ച് കേട്ടുകയാണെങ്കിൽ ഗുജറാത്തിലാണെന്ന് തോന്നുന്നു വെട്ടിയത്. അപ്പൊ അങ്ങനെ അതാണ് ഇപ്പൊ അവരെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണെങ്കിലേ ഇവർക്ക് എന്ത് ഭരിക്കാൻ എന്താണ് അവകാശം? ഇത് വെറുതെ. അതുപോലെ വേറൊരു പ്രശ്നം, ഇത് പ്രധാനമന്ത്രി പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. ഇവിടെ ഒരു മതുവ എന്ന് പറഞ്ഞൊരു ജനവിഭാഗം, ഒരു കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. ഏകദേശം 6-7 സീറ്റിൽ വളരെ നിർണായകമായ പങ്ക്. അപ്പൊ അവര് പൊതുവെ BJPയുടെ കൂടെ ആയിരുന്നു. പക്ഷെ ഇവര് ഈ CAA ഇങ്ങനെ കൊടുക്കുന്ന ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പൊ അവര് ഇത്തവണ വളരെ രോഷാകുലം കണ്ട് അവരുടെ പലരുടെയും പേര് വെട്ടി ഇതിനകത്ത് SIRല്. അപ്പൊ അവരെ സമാശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞ കൂട്ടത്തില് നുഴഞ്ഞുകൊണ്ടുകൊണ്ട് പറഞ്ഞെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാണ്. അതിൽ നമ്മൾ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും നമ്മളങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറയുന്നതിനേക്കാൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് അമിത്ഷാ പറയുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ ഒരു അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതാണ്. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് ഞാൻ പറയാം, ഞാൻ ഫെബ്രുവരി 24-ാം തീയതിയാണ് ഇവിടെ വന്നത്. അപ്പൊ അന്ന് വന്ന സമയത്ത് SIR ഇത്ര വലിയൊരു വിഷയമാണ്, പക്ഷെ ഇത്ര വലിയൊരു വിഷയമായിരുന്നില്ല. അപ്പൊ അന്ന് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് സിറ്റുവേഷൻ, ഗ്രൗണ്ട് സിറ്റുവേഷൻ വലിയ മാറ്റം വന്നിട്ട് തീർച്ചയായിട്ടും ആന്റി ഓംബിംഗ് 15 വർഷമായിട്ട് ഭരിക്കുമ്പോഴുള്ള ആന്റി ഇൻകംബൻസി ഉണ്ട്. 2 കാര്യങ്ങളായിരുന്നു അന്ന് ജനങ്ങൾ സംസാരിച്ചിരുന്നത്. അതൊന്ന്, ഇവിടെ സ്കൂളിൽ റിക്രൂട്ട്മെന്റ്, ഗവൺമെന്റ് സ്കൂൾ റിക്രൂട്ട്മെന്റ് വലിയൊരു സ്കാം ഉണ്ടായിരുന്നു. അത് കാര്യം തൊഴിലില്ലായ്മ രൂക്ഷമായ ബംഗാളിൽ ആളുകൾക്ക് ഏറ്റവും ചെറുപ്പക്കാർക്ക് ആശ്രയമുള്ള സ്കൂളിൽ അധ്യാപന ഇത് കിട്ടുക എന്നുള്ളത്. അപ്പൊ അതിനകത്ത് കഴിവ് നടത്തുന്നുള്ളത് ജനങ്ങളെ വളരെയധികം അവർക്കൊരു നിരാശ ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ അറ്റ്ലീസ്റ്റ് അർബൻ ഏരിയാസിൽ ഈ ആർജിക്കർ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ, അവിടെ ഒരു ഡോക്ടറെ വളരെ മൃഗീയമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്യും. ഇത് രണ്ടും ഇലക്ഷൻ ഇഷ്യൂ ആയില്ലെങ്കിലും ഇതെല്ലാം സംസാര വിഷയമാകേണ്ടതാണ്, തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ SIR വന്നതോടെ എല്ലാ കാര്യങ്ങളും മറ്റേ SIRൽ മാത്രമാണ് കാര്യം. ഇത്രയും ആളുകൾ, ഇപ്പൊ 27 ലക്ഷം എന്ന് പറഞ്ഞാല് ഇന്ന് ടെലികാഭദ്രമുണ്ട്, ജമൈക്കയുടെ പോപ്പുലേഷൻ ഏകദേശം അടുത്ത. അങ്ങനെ ഒരു രാജ്യത്തോളം, ഒരു പുറത്തൊക്കെ വിദേശത്തൊക്കെ ഒരു രാജ്യത്തിനെ തന്നെ ഉണ്ടാക്കുന്ന അത്രയും ആളുകൾ പെട്ടെന്ന് വോട്ടവകാശം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ സാമൂഹികപരവും മറ്റും പരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ 13-ാം തീയതി സുപ്രീം കോടതി ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. പിന്നെ സുപ്രീം കോടതിയും പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഇലക്ഷന് വോട്ട് കിട്ടിയില്ല എന്നുകൊണ്ട് നിങ്ങൾ പെർമനന്റ് ആയിട്ട് അവകാശം കിട്ടിയെന്ന് വിചാരിക്കരുത്. ഈ ട്രൈബ്യൂണൽ ഓരോരുത്തരെയും കേൾക്കും. അപ്പൊ ഇതിനകത്ത് എന്റെ പേരും വെട്ടി. ഞാൻ ഈ ടാലിഗഞ്ചിലെ വോട്ടറാണ്. എന്റെ പേരും വെട്ടി എന്ന് മാത്രമല്ല, അപ്പോ സുപ്രീം കോടതിയും മറ്റുള്ളവരൊക്കെ പേഴ്സണലി ഞാൻ വിചാരിച്ച സുപ്രീം കോടതി കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഇന്റർവീൻ ചെയ്യുന്നതാണ് വിചാരിച്ചത്. ഇതുവരെ ഉണ്ട്, 13-ാം തീയതി കാണണം. പക്ഷെ 2 ദിവസം മുമ്പ് ഇവിടുത്തെ നമ്മുടെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അത് 13 കഴിഞ്ഞ് പിന്നെ അതിന്റെ അതെല്ലാം മാറ്റണം. അതിനകത്ത് റോള് പിന്നെയും തിരുത്തി അത് മെഷീനിലൊക്കെ ഫീഡ് ചെയ്യേണ്ടത്. അതൊക്കെ സമയം അറിയില്ല എങ്ങനെയാണ് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ്. അത് മാത്രമല്ല, ഇതിനകത്ത് പിന്നെ പെട്ടെന്ന് കുറച്ച് വിഷം കൊത്തുവയ്ക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സും, പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 2 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു കൽക്കട്ടയിൽ. പിന്നെ ഇതിന്റെ അടുത്ത കോൺസ്റ്റിറ്റ്യുവൻസി രാഷ് ബിഹാരി, അവിടെ കാളിഘട്ട് ക്ഷേത്രത്തിൽ പോയ സമയം അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഈ പേര് വെട്ടപ്പെട്ടവരിൽ ആരും ഇന്ത്യക്കാരല്ല, അവര് എല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണ് എന്ന് പറഞ്ഞാല് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ നമ്മളെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണ്, ഇത് നമ്മളാരും ഇന്ത്യക്കാരല്ല എന്നാണ് അതിന്റെ. അപ്പൊ ഇങ്ങനെ പോഷ്ക്ക് പറയുകയും, അപ്പൊ ചിലരൊക്കെ അതിന്റെ അടുത്ത് പറഞ്ഞു അതിന് നമ്മളത് ഇങ്ങനെ ഇത് അവരുടെ സ്വയ പ്രൊമോഷന് വേണ്ടി അവർ ചെയ്യുന്ന നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത്. പക്ഷെ
പണ്ട് എങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ ഇങ്ങനത്തെ പൊട്ട വർത്താനം പറയുന്നവരെ ഇഗ്നോർ ചെയ്യായിരുന്നു. പക്ഷെ ഇന്നത്തെ കണ്ടംപററി ഇന്ത്യയിൽ ആദ്യം ഒരു വിധി സ്റ്റേറ്റ്മെന്റിനായിട്ട് കാര്യങ്ങൾ വരും, പിന്നെ പതുക്കെ പതുക്കെ അത് നോർമലൈസ് ചെയ്ത് വരികയാണ്. കാര്യം നമ്മൾ എന്ത് കാര്യങ്ങൾ നോക്കിയാലും ഒരു 2014 മുമ്പ് നമുക്ക് പലതും വലിയ വാർത്തയായിരുന്നു സംഭവങ്ങൾ. ഇപ്പം ഒരു വളരെ ചെറിയ വാർത്ത, കാര്യം അതൊരു നോർമലൈസ്ഡ് ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ SIR ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും വലിയ ആശങ്ക വോട്ട് ചെയ്യുന്ന മാത്രമല്ല, അവരുടെ പൗരത്വം നിലനിർത്തുമോ എന്നുള്ള പ്രശ്നമാണ്. പൗരത്വം നിലനിർത്താൻ അതുപോലെ വളരെ ദരിദ്രമായിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആശങ്ക ഇതിനോട് അവർക്ക് കിട്ടുന്ന പല ഗവൺമെന്റ് ബെനിഫിറ്റ്സ് ഇനി ഇത് തടയുമോ. കാര്യം നമ്മുടെ ഭരണകൂടങ്ങൾ പൊതുവെ ജനങ്ങളെ എത്രമാത്രം ഇത് നിയമത്തിന്റെ പേര് പറഞ്ഞപ്പോൾ അത് രാഷ്ട്രീയ ഭരണകൂടങ്ങളായിരിക്കുന്നില്ല. ഈ രാഷ്ട്രീയ പാർട്ടികൾ തലപ്പത്ത് നിന്ന് മാറുന്നെങ്കിലും ഉദ്യോഗസ്ഥ ബന്ധം എപ്പോഴും അത് കേട്ടത് ഗവൺമെന്റ് അത് സെയിം ആണ്, തുടരുകയാണ്. ഉദ്യോഗസ്ഥ ബന്ധത്തിന് ഒരു പ്രത്യേക, പലപ്പോഴും എല്ലാവരും അല്ല, മിക്കവാറും പേർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ഹരാസ് ചെയ്യുക എന്നുള്ള അവരുടെ ഒരു പ്രത്യേകമാണ്. ഇപ്പൊ എന്റെ ഒരു ചെറിയ ഞാനൊരു വിക്ടിമായിട്ട് പറയുകയല്ല, എന്റെ ഒരു ചെറിയ ഉദാഹരണം. ഞാനിവിടെ വന്ന സമയത്ത് എന്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പൊ അതിനുശേഷം അത് പാസ്പോർട്ട് ഓഫീസിൽ ഏകദേശം 1/2 മണിക്കൂർ വളരെ സ്മൂത്തായിട്ട് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം റിന്യൂവിലാണെങ്കിൽ ഇവിടെ പോലീസ് വെരിഫിക്കേഷൻ വേണം. അത് പോയി കഴിഞ്ഞപ്പോൾ ഈ പോലീസ് വെരിഫിക്കേഷൻ പോയ ശേഷമാണ് എന്റെ പേര് SIR എന്ന് വെട്ടിയത്. അപ്പൊ പോലീസ് വെരിഫിക്കേഷൻ ഞാൻ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ വോട്ടർ ID വെച്ച് ഞങ്ങൾ ഒരു OTP അയക്കും, അത് കഴിയുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് OTP അയക്കാൻ പറ്റില്ല, കാര്യം എന്റെ പേര് വെട്ടിയിരിക്കുകയാണ് അവിടെ. അപ്പൊ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്യാന്ന് അവർ അവിടെ നിന്ന് OTP. ഞാൻ പറഞ്ഞു എങ്ങനെ പേര് വെട്ടി എങ്ങനെ OTP എങ്ങനെ വരും? അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു പക്ഷെ നിങ്ങളുടെ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഇത് മാത്രമല്ല മറ്റു വേറെ രേഖകളും. അപ്പൊ അവർക്ക് അവര് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് പ്രത്യേകിച്ച് ഇവരെല്ലാം മിഡ് ലെവൽ പോലീസ് ഓഫീസേഴ്സ് ആണ്, അവർക്ക് സ്വയം തീരുമാനം എടുക്കാൻ പറ്റില്ല. അവർ പക്ഷെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വോട്ടർ ID ആയിട്ട് ഇത് OTP അയക്കണം എന്നാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യും, ബാക്കിയുള്ള രേഖകൾ വച്ചിട്ട് പോകാൻ പറ്റും. അങ്ങനെ പോയിട്ട് ഇപ്പൊ ഏകദേശം 10-11 ദിവസമായി ഇതുവരെ ഒരു അനക്കം ഉണ്ടായിട്ടില്ല. വെബ്സൈറ്റിൽ ഇപ്പോഴും പറയുന്ന അണ്ടർ പോലീസ് വെരിഫിക്കേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ എന്നെ പോലെ ഞാനിവിടെ ഒരു അറിയപ്പെടുന്ന ഒരു പത്രത്തിന്റെ എഡിറ്റർ, ഏകദേശം 7 വർഷത്തോളം ഇത് എഡിറ്റർ ആയിരുന്നു. 29 വർഷം ഞാൻ ആ പത്രത്തിൽ ജോലി ചെയ്യായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ ഒരു എന്റെ കാര്യം പറഞ്ഞ് പ്രത്യേകിച്ച് സാധാരണ പൗരന്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ള പ്രശ്നമാണ്. അതെ അതെ അതെ, അപ്പൊ ആലോചിച്ച് നോക്കുക. അപ്പൊ ഒരു സാധാരണ പൗരന്റെ പിന്നെ മറ്റൊരു പ്രത്യേകത, ഞാൻ ഈ പലപ്പോഴും ഈ ഉപരിവർഗം എന്നൊക്കെ നമ്മൾ പറയുന്ന അവരോട് സംസാരിക്കുമ്പോൾ അവർക്കകത്ത് അവരിൽ പലരും പറയുന്നത് ഇതൊക്കെ വളരെ ആവശ്യമാണ്, നമ്മൾ ഇതെല്ലാം ക്ലീനപ്പ് ചെയ്യണം. അപ്പൊ ഇവര് വളരെ ഈ പല കാര്യങ്ങളെയും കുറിച്ച് ഒരു ധാരണയില്ലെന്നാണ് സംസാരിക്കുന്നത്. കാര്യം ബംഗാൾ പോലൊരു രാജ്യം വളരെ പ്രത്യേകിച്ച് ഈസ്റ്റേൺ ഇന്ത്യയില് എപ്പോഴും ഈ വെള്ളപ്പൊക്കത്തിന്റെ വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ സുന്ദർബൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലം, അവിടെ ഏത് നിമിഷവും വെള്ളപ്പൊക്കം, ചെറിയ മഴ വന്നാലും ചില പെട്ടെന്ന് ഒരു അറിയിപ്പല്ല വെള്ളം. അപ്പൊ ഈ വളരെ ദരിദ്രരെ അവരെ സംബന്ധിച്ച് 2 രേഖകളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ. ഒന്ന് ആധാർ, ആധാറും റേഷൻ കാർഡും. റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും നനയാതിരിക്കാൻ വേണ്ടി അവർ അടുത്തൊക്കെ ഉള്ള ഈ പക്ക ഹൗസ് എന്ന് പറയും, കുറച്ച് കോൺക്രീറ്റോ ഓടൊക്കെ ഉള്ള അല്ലെങ്കിൽ കുറച്ച് പൊക്കത്തുള്ള വീട് കൊടുക്കുക. മറ്റൊരു മഴ വരുമ്പോൾ ഇവരിറങ്ങി ഓടുകയാണ്. ആ സമയത്ത് നമ്മുടെ 5 വർഷത്തിൽ മാത്രം ഒരിക്കൽ ഉപയോഗിക്കുന്ന വോട്ടർ ID എടുക്കാനോ അതിന്റെ രേഖകൾ എടുക്കാനോ സ്കൂൾ സർട്ടിഫിക്കറ്റ് എടുക്കാനോ ഇതിനൊന്നും സ്കൂളിൽ തന്നെ പലരും പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അവരുടെ ബസ് സർട്ടിഫിക്കറ്റ് ഇതൊന്നുമല്ല. അങ്ങനെ രേഖകൾ നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെ മനസ്സിലായില്ല എന്ന് അടിച്ചുകൊണ്ട് ഈ വെസ്റ്റേൺ ഈ അമേരിക്കയിലെ ട്രംപ് ഒക്കെ പറയും പോലെ നോഴിഞ്ഞകറ്റുകാരൻ അവിടുത്തെ പ്രശ്നങ്ങൾ അത് അങ്ങനെ പറയുന്ന വളരെ ഓവർ സിംപ്ലിഫൈ ചെയ്ത് നരേറ്റ് ചെയ്യുന്ന ഒരു ഇതും ഇവിടെ കാണാൻ കഴിയും. എന്തായാലും ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയം. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി എന്താണ്? ഇപ്പോൾ ഒരു ആന്റി ഇൻകംബൻസിയെ കുറിച്ച് സാർ പറയുകയുണ്ടായി. അങ്ങനെ ഒരു ആന്റി ഇൻകംബൻസി അന്തരീക്ഷം, ഇപ്പോൾ ആന്റി ഇൻകംബൻസി അങ്ങനെ ഒരു ഫാക്ടാണ്. ഞാൻ അങ്ങനെ അധികം ട്രാവൽ ചെയ്തില്ല, റൂറൽ ബംഗാളിലൊന്നും പോയിട്ടില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പോൾ ആന്റി ഇൻകംബൻസി ഒരു ഫാക്ടർ അല്ല. ഇപ്പൊ ഇന്നലെ അവര് ഇവിടുത്തെ ഒരു മാസം 3000 രൂപ വെച്ച് വനിതകൾ കൊടുക്കുന്ന പറഞ്ഞ് BJP ഇതിനകത്ത്. അപ്പൊ അതിന്റെ ഇമ്പാക്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല അത് എന്താണ്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ ഡൽഹിയിൽ ഇവരിങ്ങനെയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിടത്തോളം അതിങ്ങനെ കൊടുത്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ വളരെ ഇതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല എന്നാണ് അറിഞ്ഞത്. അപ്പൊ ഇതിനിയും വല്ല കാര്യം മമതയുടെ ഏറ്റവും വലിയൊരു ഒരു സപ്പോർട്ട് ബേസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വനിതകൾ ഒരു വലിയൊരു സപ്പോർട്ട് ബേസ് ആണ്. അപ്പൊ അതും പ്രത്യേകം പറയണം, ഈ SIR-ല് പറ്റുന്ന ഇന്ത്യയിൽ ഏതൊരു ഇതിലും പറ്റുന്ന പോലെ ഇന്ത്യയിലും വല്ല വിദേശത്തുമൊക്കെ നമ്മൾ വിവാഹം കഴിച്ച് പോകുമ്പോൾ പെണ്ണുങ്ങളുടെ പേരാണ് പലപ്പോഴും മാറ്റുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കത് ആണുങ്ങളുടെ പേരും 2 പേരുടെയും പേര് മാറ്റണം, നല്ല മാറ്റണ്ടെന്നാണ് എന്റെ അഭിപ്രായം.
പേരും അപ്പൊ ഒരു ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ പേരാണ് ആദ്യം പെൺകുട്ടി കൊടുക്കുന്നത്. അത് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അച്ഛന്റെ പേര് മാറി ഭർത്താവിന്റെ പേര് നമ്മൾ ഭർത്താവിന്റെ സർനെയിം വെക്കും. അപ്പൊ ഇത് 2002 ഇപ്പോഴും തമ്മിൽ 2002 നമ്മൾ ആദ്യം മാപ്പ് ചെയ്ത ഡോക്യുമെന്റ്. ഇപ്പൊ ഏകദേശം 24 വർഷം കഴിഞ്ഞു. 24 തീർച്ചയായിട്ടും ഒരുപാട് പേരൊക്കെ വിവാഹം കഴിഞ്ഞു പോയി. അതും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അവരുടെ പേരും ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ. അപ്പൊ ഇത് ഒരു വനിതകളുടെയും ഇത് വളരെയധികം എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വളരെ ആശങ്കയും ഇതുണ്ട്. പക്ഷെ തൃണമൂൽ കോൺഗ്രസിൽ ഞാൻ 2-3 ദിവസം കൊണ്ട് പലരോടും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവര് പറയുന്നത് അവർ വളരെ കോൺഫിഡന്റ് ആണെന്ന് പറയുന്നു. അത് പക്ഷെ അതിന്റെ ബേസിസ് എന്താണെന്ന് എനിക്ക് മനസ്സിലുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഈ സമയത്ത് പൊതുവെ ബംഗാളിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് BJP വേഴ്സസ് ബംഗാൾ എന്നൊരു നറേറ്റീവ് മമതയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ബംഗാൾ പിടിച്ചെടുക്കുക എന്നുള്ള BJPയുടെ ഒരു വലിയ അജണ്ടയാണല്ലോ, ദീർഘകാലമായി പ്രവർത്തിക്കുന്ന സംഗതി തന്നെയാണ്. അജണ്ടയാണെന്ന് ഇതിനകത്ത് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. RSS വർഷങ്ങളായിട്ട് 50-60 വർഷങ്ങളായിട്ട് വളരെ കഠിനമായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ഈ ട്രൈബൽ ഏരിയയിലൊക്കെ ഫലവും കണ്ടിട്ടുണ്ട്. പക്ഷെ BJP ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ഇങ്ങനെ സടകുടഞ്ഞ് എണീക്കും എന്നല്ലാതെ അവർ കാര്യമായ രീതിയിൽ ഗ്രൗണ്ട് വർക്ക് ഇപ്പോഴും ഞാൻ പറയുന്ന അവർക്കൊരു മെഷീനറിയോ, അവർ മെയിൻലി അവരുടെ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ പൈസ. അത് കേന്ദ്രം ഞാൻ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ BJP അതിൽ നിന്ന് വരുന്നതാണ്. 2, നരേന്ദ്രമോദി, അമിത്ഷാ, അവരുടെ മാസ്ക് ഏറ്റവും കൂടുതൽ മീറ്റിംഗ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത് അവരാണ് BJPക്ക് വേണ്ടി. പിന്നെ ഉള്ളത് നമുക്കറിയാവുന്ന ഈ കേന്ദ്ര ഏജൻസികള്. ഇപ്പൊ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ സീറ്റിൽ കഴിഞ്ഞ ആഴ്ച ഇലക്ഷൻ എല്ലാം പ്രഖ്യാപിച്ച ശേഷം അവിടുത്തെ ദേബശിഷ് കുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ED വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു തമാശ, എല്ലാം ശരിയാണ് ഇത് കേൾക്കുമ്പോൾ. ഞാൻ പറഞ്ഞില്ല നേരത്തെ 2014 വലിയ വാർത്താ സംഭവം, ഇപ്പൊ അത് വാർത്ത പോലും അല്ല. ഒരാളെ ED ഒരു പ്രതിപക്ഷ നേതാവിനെ വിളിക്കുകയാണെങ്കിൽ എന്തായാലും അത്ഭുതം എന്നുള്ള രീതിയിൽ. അപ്പൊ മമതാ ബാനർജി നേരിട്ട് ചെന്ന് EDയെ കൈകാര്യം ചെയ്യുന്ന അതെല്ലാം അത് മമതയുടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിങ്സ് പറഞ്ഞാൽ ഭയങ്കര അപാരമാണ്. ഇന്ത്യയിൽ വേറൊരു നേതാവിനും ഇല്ലാത്ത തരത്തിലുള്ള. അപ്പൊ ആ രീതിയിൽ ഗ്രൗണ്ടിൽ ഞാൻ BJPയുടെ ഒരു ഇത് കാണുന്നില്ല. പക്ഷെ BJP അതുകൊണ്ടാണ് പലപ്പോഴും വൈകാരികമായ വിഷയങ്ങളിൽ BJP ഇത്രമാത്രം ഊന്നൽ കൊടുക്കുന്നത്. BJP ലീഡർഷിപ്പ് ക്രൈസിസ് ബംഗാളിൽ നേരിടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം സുവേന്ദു അധികാരി എന്ന് പറഞ്ഞ ഒരാളാണ് അവരുടെ ഫേസ്. അത് അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഏരിയയിൽ, തംലൂക്ക് ഏരിയയിൽ അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യൽ. അദ്ദേഹം മമതാ ബാനർജി കഴിഞ്ഞ നന്ദിഗ്രാമിൽ തോൽപ്പിച്ചതുമാണ്. പക്ഷെ ഒരു ചീഫ് മിനിസ്റ്റർ ആവാനുള്ള ഒരു കാലിബറൊക്കെ അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ള കാര്യം. അത് മാത്രമല്ല, അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണം ഉണ്ടായിരുന്നു. മറ്റേ നാരദ സ്കാല, അത് ഈ മറ്റേ വാഷിംഗ് മെഷീനിൽ കൂടെ കടന്നു പോയപ്പം എല്ലാവരും മറന്നുപോയപ്പം. അത് മാത്രമല്ല, അദ്ദേഹം ഞാനൊരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്നും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. മമത അധികാരത്തിൽ വരുമ്പോഴേക്കും 2-3 തവണ കേന്ദ്രമന്ത്രിയാനോ എല്ലാം കഴിഞ്ഞിട്ടാണ് മമതയ്ക്ക് അതിനുള്ളൊരു നിശ്ചയദാർഢ്യം. ഇദ്ദേഹത്തിന് എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ. അത് മാത്രമല്ല, ഈ ഉത്തർപ്രദേശ് സംഭവിച്ച പോലെ, കാര്യം ഉത്തർപ്രദേശില് യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കുന്ന ഇലക്ഷൻ റിസൾട്ടിന് ശേഷമാണ്. അതുവരെ അദ്ദേഹം ഇല്ലായിരുന്നു. അതുപോലെ ഇവിടെ ഇനിയും അവര് വേറെ അഥവാ എന്തെങ്കിലും കാര്യത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ശുഭേന്ദ്രനും ആക്കണം തീർച്ചയായിട്ടുമില്ല. അതെല്ലാം തീരുമാനിക്കുന്ന ഡൽഹിയിൽ നിന്നാണ്. അപ്പൊ അത് പൊതുവെ ബംഗാളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബംഗാളിനകത്ത് ഒരു റിബല്യസ് മൈൻഡ് ഉണ്ട്. ഈ ഡൽഹിയിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നവർക്ക് വലിയ താല്പര്യമില്ല. പണ്ടുപോലും അതുകൊണ്ട് പലപ്പോഴും മഹാത്മാഗാന്ധിയുടെ അടുത്ത് പോലും ബംഗാളിന് ബഹുമാനവും ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയൊരു അകൽച്ച ഉണ്ടായിരുന്നുള്ള ഒരു കാര്യം സത്യം തന്നെയാണ്. കാര്യം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പറഞ്ഞോണ്ട് കേൾക്കണം എന്ന് പറയുന്നത് ബംഗാളിന് പൊതുവെ ഒരു ഇതല്ല. അപ്പം ഇത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന് അറിയാം. പക്ഷെ എന്തായാലും ഇത് നമ്മളിപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിൽ എന്നുള്ള നമ്മൾ പറയേണ്ടത് ഇത്രയും 27 ലക്ഷം ആളുകളെ, അതായത് 90 ലക്ഷം ടോട്ടലാണ്. ഞാൻ ഈ 27 ലക്ഷത്തിലാണ് ഊന്നൽ കൊടുക്കുന്നത്. കാര്യം 27 ലക്ഷം പേര് വീണ്ടും രണ്ടാമത് ഡോക്യുമെന്റ്സ് കൊടുത്താണ് അവരവരുടെ കേസ് പറഞ്ഞാണ്. അപ്പൊ അതൊന്നും അംഗീകരിക്കാതെ, കാര്യം ഇലക്ഷൻ കമ്മീഷന്റെ ജോലി എന്താണ്? മാക്സിമം ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കാന്നുള്ളതല്ലേ അവരുടേത്. മറ്റു കാര്യങ്ങളെല്ലാം ആഭ്യന്തരമന്ത്രി അതിനകത്ത് എത്ര അനധികൃതരുണ്ട് അവർ നോക്കിക്കോട്ടെ, ആരെയൊക്കെ പുറത്താക്കണം, ആരെയൊക്കെ അതൊന്നും ഇലക്ഷൻ കമ്മീഷൻ ജോലിയല്ലല്ലോ. പക്ഷെ ഇതൊരു ഭയങ്കര ഇതാണ്. അത് മാത്രമല്ല,
ഇത് കേരളത്തിൽ ഇതൊരു ഇലക്ഷൻ വിഷയമായില്ല എന്നുള്ളത് എന്നെ വളരെ അതെ അതെ ആശ്ചര്യപ്പെടുത്താണ്. ഈ കാര്യം ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ടൂളായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു ആരോപണം അത് തന്നെയാണ്, അവിടെ തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് അങ്ങനെ അല്ല എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു കാര്യവും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നില്ല എന്നാണ്. ഇല്ല. ഇപ്പം അതെ. മെനഞ്ഞാന്ന് തൃണമൂലിന്റെ ഹൗസ് ലീഡർ, രാജ്യസഭ ലീഡർ, അവിടെ അതും ചില നേതാക്കളുടെ ചീഫ് ഇലക്ഷൻ വരെ കാണാൻ പോയപ്പോൾ അവിടെ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു കോൺവെർസേഷൻ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഉം. വളരെ ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് അടുത്ത് ഇങ്ങനെയാണോ ഒരു ഇലക്ഷൻ കമ്മീഷൻ അതെ സംസാരിക്കേണ്ടത്? അതെ. ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ പറയുന്നു എന്നാണ് അതിനകത്ത് നമ്മൾ കേൾക്കുന്നത്. അതിനകത്ത് ഉം. അവർ നിരാകരിച്ചിട്ടില്ല. ഒരു കോൺവെർസേഷൻ ഇതിൽ ഒരു വെബ്സൈറ്റ് ബൂം എന്ന് പറഞ്ഞ അവരവിടെ പുറത്തു വിട്ടിട്ടുണ്ട് കോൺവെർസേഷൻ. ഉം. അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ്, ഇത് വീഡിയോ അല്ല. അപ്പൊ ഈ രീതിയിലാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ, പക്ഷെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഷാഡോയുടെ കീഴിൽ, ഒരു നിഴലിന് കീഴിൽ വന്നിട്ട് ഇപ്പോഴൊന്നും അല്ലല്ലോ, 4-5 വർഷമായിട്ട് അങ്ങനെ അതെ തന്നെയാണ്. അതെ പക്ഷെ അതെ. ഈ ഇലക്ഷൻ കമ്മീഷണർ വളരെ അത് മറ്റാരും പ്രകടമായി ചെല്ലാത്ത തന്നെ ഒരു പൊളിറ്റിക്കൽ ടൂൾ എന്നുള്ള പ്രകടമായി ഇതിലേക്ക് തന്നെ മാറി. എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ അദ്ദേഹം അത് അങ്ങനെ ഒരു ആരോപണം മാറ്റാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നത്, ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല. വീണ്ടും വീണ്ടും ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ കൂടുതൽ ദൃഢപ്പെടുത്തുന്ന രീതിയിൽ, ഇത്തരം ആരോപണങ്ങളെ ദൃഢപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. എന്തായാലും പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ അത് മുതലാക്കാൻ കഴിയേണ്ടത് BJPക്കാണ്. അപ്പോൾ അതെ, അത്തരം ഒരു സാഹചര്യം ഉണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല. അതിന് ഇല്ല, സാധ്യതകൾ വ്യക്തമല്ല. അത് മാത്രമല്ല, അവർ ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്ന സൂചിപ്പിക്കുന്ന എന്താണ്? ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ഈ ഇവിടുത്തെ ലോക്കൽ BJP ഈ മമതാ ബാനർജിയെ തോൽപ്പിക്കുക എന്നുള്ളൊരു മിഷൻ, അവരുടെ ഒരു ദൗത്യം കംപ്ലീറ്റ് ആയിട്ട് കേന്ദ്രത്തിന് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. ആ അപ്പൊ അതെ ഒന്നി നരേന്ദ്രമോദി ചെയ്യും, അല്ലെങ്കിൽ അമിത്ഷാ ചെയ്യും, അമിത്ഷാ ചെയ്യും. അല്ലെങ്കിൽ ഗവർണർ ചെയ്യും, ആ. അല്ലെങ്കിൽ ED ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യും. അങ്ങനെ ഓരോ തവണ ഇവർക്ക് ഇങ്ങനെ, അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് പറ്റാതെ, ഫലപ്രദമായിട്ട് സംസാരിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുള്ള മറ്റ് 2 പൊളിറ്റിക്കൽ ഫോഴ്സ് കൂടിയുണ്ട്. ഒന്ന് ലെഫ്റ്റാണ്, മറ്റൊന്ന് അതെ, കോൺഗ്രസ് ആണ്. അവരുടെ ഒരു സ്ഥിതി എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞാട്ടുള്ള. കോൺഗ്രസിന് ഇവിടെ മാൽഡ എന്ന് പറഞ്ഞ പണ്ട് ഗനിഖാൻ ചൗധരിയുടെ ഒരു സ്ട്രോങ് ഉണ്ട്. അതിപ്പോഴും ഗനിഖാൻ ചൗധരി കുടുംബത്തിന്റെ സ്ട്രോങ് ഹോൾഡ് തന്നെയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞ ആ കുടുംബം ഇപ്പൊ കൂടുതൽ തൃണമൂലുമായിട്ടാണ് അവരുടെ. ശരിക്കും നമ്മൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ്. തൃണമൂൽ കോൺഗ്രസ്, അതെ അതെ. അത് നമ്മൾ കോൺഗ്രസിന്റെ പ്രത്യേകം നോക്കാം. ഇത് തൃണമൂൽ കോൺഗ്രസിൽ ചേരാത്ത ഒരു നമ്മുടെ നാട്ടിൽ A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്ന് പറയാം. അതുപോലെ കോൺഗ്രസ് പരിവാർ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, കോൺഗ്രസ് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം മമതാ ബാനർജി ഒരു കോൺഗ്രസ് നേതാവായിട്ടാണ് പ്രൈവറ്റിൽ പറഞ്ഞത്. നമ്മുടെ ആളാണ് എന്നാണ് അവർ പറയുന്നത്. അവർ തമ്മിൽ അങ്ങനെ അത്ര ചേർച്ചയൊന്നും ഇല്ലെങ്കിലും അവർ പറയുന്ന കോൺഗ്രസ് പാർട്ടി അല്ലേ എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ കോൺഗ്രസിന് ഒരു ഐഡന്റിറ്റി ഇല്ല. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ആരാണെന്ന് പോലും എനിക്ക് പറയാൻ, അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. പക്ഷെ ഞാനിവിടെ ഒരു വർഷമായിട്ട് ഇല്ല. അപ്പൊ ആരാണെന്ന് പോലും എനിക്ക് അറിയില്ല. ഇടതുപക്ഷം എനിക്ക് തോന്നുന്നു ഇത്തവണ അവര് ഫോക്കസ് ചെയ്യുന്നത്, അവരുടെ ഒരു നല്ല കാര്യം ചെയ്യുന്നത്, അവര് ഒരുപാട് ചെറുപ്പക്കാരെ ഇലക്ഷൻ നിർത്തിയിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ആർജിക്കർ അവിടെ നടന്ന ആ വളരെ അതിദാരുണമായ മൃഗീയമായ സംഭവത്തിന്റെ എതിരായിട്ട് അതിന് ജനപ്രക്ഷോഭം ഉണ്ടായപ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടാണ്. അപ്പൊ പലരും അങ്ങനെയുള്ളവരാണ് ഫീൽഡ് ചെയ്തിരിക്കുന്നത്. അവര് ജയിക്കുമോ എന്ന് ചോദിച്ചാല് നമുക്ക് വ്യക്തമായിട്ട് അഭിപ്രായമില്ല. ഞാൻ ഇടതുപക്ഷം, എനിക്കിങ്ങനെ അധികം ആളുടെ പരിചയമില്ല ഇവിടെ. ചില ഇടതുപക്ഷം കവർ ചെയ്യുന്ന 1-2 റിപ്പോർട്ടേഴ്സിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇംപ്രൂവ് എന്നുള്ള യാഡ് സ്റ്റിക്? കാര്യം ഇപ്പൊ കഴിഞ്ഞ നിയമസഭയിൽ അവർക്ക് ലെഫ്റ്റിന് ഒരു സീറ്റും ഇല്ല, 0 സീറ്റാണ്. അപ്പം ഒരു സീറ്റെങ്കിലും അങ്ങനെ ഇംപ്രൂവ്മെന്റ്. അപ്പൊ അങ്ങനെയല്ല അവർ വോട്ട് പെർസെന്റേജും വളരെ താഴെയാണ്. അതെ, വളരെ താഴെയാണ്. പണ്ട് 48% നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ അത്ര ഇംപ്രൂവ് ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് ഇംപ്രൂവ് ചെയ്താലും ഇല്ല, അവര് പറയുന്ന വലിയ പ്രതീക്ഷയുണ്ടെന്നാണ്. പക്ഷെ ഞാനതിനെ നോക്കി കാണുന്ന ഒന്ന്, പ്രധാനമായിട്ടും ഈ പുതിയ ചെറുപ്പക്കാരും അങ്ങനെയുള്ള, അങ്ങനെ അവര് ഇവിടുത്തെ ഏറ്റവും വലിയ ഇടതുപക്ഷത്തിന്റെ ക്രൈസിസ് ലീഡർഷിപ്പ് ക്രൈസിസ് ആണ്. കാര്യം ജ്യോതിബാസുവും ബുദ്ധദേവ് ഭട്ടാചാര്യജിയും പോയതിനു ശേഷം ഒരു നേതൃത്വം, ബിമൻ ബാസു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സീനിയർ ലീഡർ. പക്ഷെ അദ്ദേഹത്തിന്റെ വളരെ പ്രായം അദ്ദേഹത്തിന്. പിന്നെയുള്ള മറ്റുള്ളവരൊന്നും അങ്ങനെ ഈ ഇങ്ങനെ സ്റ്റേച്ചറുള്ളവരല്ല ഇതുവരെ. അപ്പൊ ഒരു പുതിയ നേതൃത്വത്തെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പം പാർട്ടി ഇനിയും കാര്യം തകർന്ന തരിപ്പടമായ ഒരു പാർട്ടി ഇനിയും ഗ്രൗണ്ടിൽ നിന്ന് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിനൊരു പ്രശ്നം ഈ തൃണമൂലിനെതിരായ പ്രതിപക്ഷമായി BJP മാറിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആ സ്പേസ് കിട്ടുക എന്നുള്ളൊരു തീർച്ചയായിട്ടും. അയ്യോ, അത് അവര് 2-3 സീറ്റ് 2016 ഉണ്ടായിരുന്നു. ഇപ്പം
കഴിഞ്ഞതിനകത്ത് 76. ഇത്തവണയും അതെ. തീർച്ചയായിട്ടും ബി ജെ പി കൂടും. ഉം. എന്തായാലും ബി ജെ പിക്ക് സീറ്റ് കൂടും കഴിഞ്ഞതിൽ നിന്ന് എന്നാണ് തോന്നുന്നത്. ഉം. അപ്പൊ തീർച്ചയായിട്ടും രണ്ടാമത്തെ പ്രതിപക്ഷമായി. അപ്പോ ഈ ഇടതുപക്ഷത്തിന് നേരിടുന്ന ഒരു വലിയൊരു വിമർശനം, ഇടതുപക്ഷം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതായത് ഇവിടെ ഒരു ചൊല്ലുണ്ട്, പൈലെ രാം പോരെ ബാം എന്ന്. അതായത് ആ. ആദ്യം ഈ രാമിന്റെ പാർട്ടി ബി ജെ പി മമതയെ തോപ്പിക്കട്ടെ, രാമിന്റെ പാർട്ടി വരട്ടെ. അതിന് ബാം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഫ്രണ്ട്, നമ്മൾ ബാം ഫ്രണ്ട് എന്നാണ്, ആ. ഇടതെന്നാണ് ബാബ്. ആ. അപ്പൊ പോലെ ബാം പോരെ, പൈലെ രാം പോരെ ബാം. ബി ജെ പി വന്ന് ബി ജെ പി ഭരണത്തിൽ അവരെ എക്സ്പോസ് ചെയ്യപ്പെടുകയും ഒരു ടേം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനെ ലെഫ്റ്റ് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണെന്ന്. പക്ഷെ ലെഫ്റ്റ് വളരെ ശക്തമായി ഇതൊക്കെ നിരാകരിക്കുന്നുണ്ട്. ആ. അങ്ങനെ ഒരു പക്ഷെ പലപ്പോഴും അവരുടെ ഒരു, ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന 2023 വരെ നമുക്ക് ഇടതുപക്ഷത്തിന്റെ പല പ്രവർത്തികളും കാണുമ്പോൾ ഒരു തണുപ്പൻ മട്ടിലായിരുന്നു അവർ ഈ തകർച്ച നേരിടും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഊർജ്ജം ഈ ചെറുപ്പക്കാരായ നേതാക്കൾ വന്നപ്പോൾ റാലികളൊക്കെ നടക്കുന്നുണ്ടോ? വലിയ റാലികളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. റാലി നടക്കുന്നത്. പക്ഷെ അവരുടെ ലെഫ്റ്റിന്റെ ഒന്ന് ലീഡർഷിപ്പ്, രണ്ട് ഐഡിയോളജിക്കൽ പ്രശ്നമുണ്ട്. കാര്യം മമത ചെയ്തത് ഈ ലെഫ്റ്റിന്റെ സ്പേസ് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അവർ ഓക്കുപ്പൈ ചെയ്തു. അപ്പൊ ലെഫ്റ്റിന്റെ സ്പേസ്, അപ്പൊ ലെഫ്റ്റിന് മമതയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഐഡന്റിറ്റി ലെഫ്റ്റിന് ഇല്ല ഇവിടെ. ശരി, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇപ്പൊ പല പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്. ഇപ്പൊ പണ്ട് അരുൺ ഷൂർ പറഞ്ഞിട്ടുണ്ട്, ബി ജെ പി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്ലസ് കൗ, കോൺഗ്രസും പശുവും കൂടെ ചേർന്ന ബി ജെ പി. അതൊരു ഓവർ സിംപ്ലിഫിക്കേഷൻ ആണ്. അങ്ങനെയല്ല. ബി ജെ പി കോൺഗ്രസിനെ കാട്ടിക്ക് എത്ര ഭയാനകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ ഇക്കണോമിക് കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളും മിക്ക പാർട്ടികളും തമ്മിൽ ഇപ്പൊ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരെയും ഡെവലപ്മെന്റും പണക്കാർക്ക് വേണ്ടിയുള്ള പാലങ്ങളും ബ്രിഡ്ജും മെട്രോ ഇതൊക്കെ കെട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണല്ലോ. അപ്പൊ വളരെ വ്യക്തമായ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഉറച്ചു സംസാരിക്കാൻ ധൈര്യമുള്ള ഒരു ഇടതുപക്ഷം, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് അജണ്ട ഇടതുപക്ഷം കൊണ്ടുവരേണ്ടതായിരുന്നു. പക്ഷെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതെ, അതുകൊണ്ടുണ്ടായിരുന്ന മണ്ണ് പോലും ഒലിച്ചു പോയി എന്നുള്ളതാണ് ഇനി ഒരു ഒലിച്ചു പോയി. അത് മുഴുവൻ മമത ഓക്കുപ്പൈ ചെയ്തിരിക്കുകയാണ് ആ സ്പേസ്. അങ്ങനെയാണ് പ്രശ്നം. അപ്പൊ അത് എത്ര നാള് മമത അങ്ങനെ ആ സ്പേസ് ഓക്കുപ്പൈ ചെയ്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മമതയും ബി ജെ പിയാണ് തമ്മിലാണ് ഫൈറ്റ്. മറ്റുള്ളവരൊന്നും അതെ പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിൽ. എന്തായാലും ഇവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. SIR ആണ് പ്രധാനപ്പെട്ട. പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയണം. ലെഫ്റ്റും കോൺഗ്രസും ഈ അണ്ണാറക്കണ്ണന് തന്നാലായതെന്ന രീതിയിലും മമതയെ മനഃപൂർവ്വം അല്ലാതെ അറിയാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവര് ഇങ്ങനെ ചെയ്യുമ്പോ ആന്റി ഇൻകുംബൻസി വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ ആ വോട്ട് മുഴുവൻ ബി ജെ പിക്ക് പോകും. ഇപ്പൊ കുറെ വോട്ട് ലെഫ്റ്റിനൊക്കെ പോകുന്നുണ്ട്. മമതയ്ക്കെതിരെയുള്ള വോട്ട് കൂടി ലെഫ്റ്റിലോട്ട് പോകുന്നതുകൊണ്ട് ബി ജെ പിയുടെ ആ നേട്ടം. അപ്പൊ ലെഫ്റ്റ് ഇത്രയെങ്കിലും റെസിസ്റ്റൻസ് ലെഫ്റ്റ് കാഴ്ചവെച്ചില്ലെങ്കിൽ ആ വോട്ട് മുഴുവൻ ബി ജെ പിയിലേക്ക് പോകും. അപ്പൊ ഒരു നിയമസഭ മാർജിൻസ് ഒക്കെ ചെറുതായ സ്ഥലങ്ങളിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിച്ചേക്കും. അപ്പൊ അങ്ങനെ ലെഫ്റ്റിന് തീർച്ചയായിട്ടും ഒരു യൂട്ടിലിറ്റി ഇല്ലാന്നല്ല. പക്ഷെ അവർക്കൊരു സ്പേസ് ഉണ്ട്. പക്ഷെ അവരെന്തുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നില്ല? എന്തായാലും 2011 മുതൽ തുടങ്ങുന്ന ഈ മമതയുടെ ഒരു ഭരണം ഇത്തവണയും മാറുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല, അല്ലെ? ഒരു ഭരണമാറ്റത്തിന്റെ സാധ്യതകൾ മാറുമെന്ന് പറയാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇനി അഥവാ മാറിയാൽ തന്നെ അത് കാര്യം ഈ SIR മറ്റു കാര്യങ്ങളായതുകൊണ്ട് വളരെ കലുഷിതമാണ് ഇവിടെ ആകെ സിറ്റുവേഷൻ. ഒരു സാധാരണ ഇലക്ഷനിൽ വെച്ച് മമത പരാജയപ്പെടുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഇതിപ്പോ ഇതിങ്ങനെ വരുമ്പോ ഇനി ജനങ്ങൾ ആ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യോ? ഇങ്ങനെയുള്ള വളരെ 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 ആശങ്കാജനകമായ ചോദ്യങ്ങൾ നമുക്കങ്ങനെ നിരുത്തരവാദപരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. സമയമാകുമ്പോൾ നമുക്ക് അങ്ങനെ ആവാതിരിക്കട്ടെ. എല്ലാവരും എന്ത് റിസൾട്ട് ആയാലും അക്സെപ്റ്റ് ചെയ്യട്ടെ. കാര്യം നിരന്തരം ഈ SIR മാത്രമാണ്. നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്തു, ഇത് വേറെ ഒന്നുമില്ല. വാളിലുമായാലും സംസാരിക്കുന്നത്. അപ്പം ഇലക്ഷൻ ഇപ്പൊ മമതയ്ക്കെതിരായിട്ട് പോവുകയാണെങ്കിൽ ന്യായമായ ഒരു ചോദ്യം വരും. ഈ ഇലക്ഷൻ ഫെയർ ആയിരുന്നു എന്നൊരു വലിയൊരു ചോദ്യം ഉണ്ടാവും. പ്രശ്നം തന്നെ ഉയർന്നു വരില്ലേ? ഒരു അട്ടിമറി ആയിരുന്നു. അത് പക്ഷെ ബീഹാറിലോ ഹരിയാനയിലോ കർണാടക മറ്റടുത്ത സ്ഥലങ്ങളിലോ ഉണ്ടായതുപോലെ ചോദ്യം അല്ല ഇവിടെ. കാര്യം വളരെ ശക്തമായ പാർട്ടി തൃണമൂലാണ് ഇപ്പോഴും ഏറ്റവും ശക്തമായ പാർട്ടി. അൺഡൗട്ടഡ്ലി ഗ്രൗണ്ടിൽ ഏറ്റവും ശക്തമായ പാർട്ടി തൃണമൂല് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയെ അവർ സംശയാസ്പദമായ രീതിയിൽ ഭരണത്തിൽ നിന്ന് മാറിപ്പോവാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ അത് ഉയർത്തും. അതെങ്ങനെ അത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ജനാധിപത്യത്തെ കുറിച്ചുള്ള പ്രതീക്ഷ വെച്ച് പുലർത്താനാണ് നമുക്ക് കഴിയുള്ളൂ ഇന്നത്തെ അവസ്ഥയിൽ. അതെ, അല്ല ഞാൻ വളരെ പ്രതീക്ഷ മാത്രമല്ല, അത് ഒരു കാര്യം കൂടെ. അത് ഈ SIR തുടങ്ങിയ സമയത്ത്
വളരെ മമതയാവട്ടെ, ഇടതുപക്ഷമാവട്ടെ, കോൺഗ്രസ് ആവട്ടെ, അവരെല്ലാം വളരെ വളരെ നല്ല രീതിയിലായിരുന്നു, സ്തുത്യർഹം എന്ന് തന്നെ പറയണം, ആ രീതിയിലാണ് പ്രതികരിച്ച് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകുകയും എല്ലാ ജനങ്ങളെയും കൊണ്ട് ഫോംസ് കൊടുപ്പിക്കുകയും അതൊരു അതൊരു രാജ്യത്തിന് മുഴുവൻ ഒരു മാതൃകയാണ്. പക്ഷെ ഇതൊന്നും വേണ്ട രീതിയിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലോ മറ്റു മാധ്യമങ്ങളോ ചർച്ച ചെയ്തിട്ടില്ല. കേരളത്തിൽ കാര്യമായി ചർച്ച ചെയ്തിട്ടേ ഇല്ല. കാര്യം ഇത് എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം, സമാധാനപരമായ നിയമപരമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ. സിവിൽ സൊസൈറ്റിക്കോ മറ്റു സംഘടനകൾക്കും പറ്റൂല, എൻജിഒകൾക്കൊന്നും പറ്റുന്നില്ല. കാര്യം ഒരു സ്റ്റേറ്റ് മുഴുവൻ കവർ ചെയ്യണം. ഇത് ആളുകളുടെ ഒരു പൗരത്വം കൂടി ഇല്ലാതാക്കപ്പെടുന്ന ഒരു വിഷയമാണല്ലോ, അവരുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്. അപ്പോ കറക്റ്റ്. അപ്പോ ഈ തൃണമൂലും ഇടതുപക്ഷവും ഇവരെല്ലാരും ഹെൽപ്പ് ഡെസ്ക് വെക്കുകയും അപ്പൊ അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഞെട്ടിപ്പോയത്. അവർക്ക് ബീഹാറെ പറ്റി ഇവിടെ പറ്റി ഇത്ര അവര് പ്രതീക്ഷിച്ചില്ല. അവർക്ക് ഈ 60 ലക്ഷമാണ് ആദ്യം ഞാൻ പറഞ്ഞില്ല, 60 ലക്ഷം മാറ്റി എന്നുള്ളത് വളരെ കുറവാണ്. BJP-യുടെയും ഉള്ളിലെ കണക്ക് വെച്ച് അവരും വളരെ നിരാശരായി. അതുകൊണ്ടാണ് ഈ പുതിയ വേറൊരു ലോജിക്കൽ ഡിസ്ക്രിമൻസി എന്നൊരു സംഭവം കൊണ്ടുവന്നിട്ട് മറ്റു സ്റ്റേറ്റുകളിലും ഉണ്ട്, പക്ഷെ ഇവിടെ അത് വളരെ കഠിനമായി അപ്ലൈ ചെയ്യുകയും വീണ്ടും ഒരു 60 ലക്ഷത്തെ ഇവിടെ കണ്ടുപിടിക്കുകയും ചെയ്തു. മനസ്സിലായി? അപ്പം രാഷ്ട്രീയ പാർട്ടികളെ പരിഹസിക്കുന്നവർക്ക് ഒരു വലിയ പാഠമാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ നമ്മൾ വേണ്ടവർക്ക് ഏറ്റവും നല്ല രീതിയിലാണ് തൃണമൂലും ഈ കോൺഗ്രസ് ലെഫ്റ്റും എല്ലാം പ്രതികരിച്ചത്. അങ്ങനെ തന്നെ വേണം, നിയമപരമായി സമാധാനപരമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരുടെ റോൾ അവര് വളരെ കൃത്യമായി വഹിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി എന്തായിരിക്കും, സുപ്രീം കോടതി, ഇലക്ഷൻ കമ്മീഷൻ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇതെല്ലാം നമ്മൾ ഇപ്പൊ ഇതൊക്കെ കുറിച്ച് പറയുന്നതൊക്കെ നമുക്ക് വലിയ ഇതായിട്ട് തോന്നും. പക്ഷെ ഇവരുടെ എല്ലാം കടമയാണ്. കാര്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് ബംഗാൾ, ഒരു ബോർഡർ സ്റ്റേറ്റ് ആണ്. നമുക്ക് അതിനെ ഇവിടെ ഇങ്ങനെ ഒരു കുട്ടിച്ചോറാക്കി ഒരു മെസ്സാക്കി വെക്കാൻ പറ്റില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ബോർഡർ സ്റ്റേറ്റ് ആണ്. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, പാർലമെന്റ് റെസ്പോൺസിബിലിറ്റി ബംഗാളിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. ബംഗാളിന്റെ ഇലക്ഷൻ ഫെയർ ആണെന്ന് ആളുകളെ കൺവിൻസ് ചെയ്യാന്നുള്ള ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ഞാൻ പ്രത്യേകം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇലക്ഷൻ കമ്മീഷൻ, കോടതി, സുപ്രീം കോടതി, ഇവരുടെ മൂന്നാണ് ഇമ്മീഡിയറ്റ് റെസ്പോൺസിബിലിറ്റി. അത് ഇലക്ഷൻ കമ്മീഷനിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. മറ്റു രണ്ടുപേരിൽ നമുക്ക് നോക്കി എന്ത് പറ്റുന്നു. തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് ആളുകളുടെ പൗരത്വത്തിന്റെയും അവരുടെ നിലനിൽപ്പിന്റെയും കൂടെ പ്രശ്നം കൂടിയാണ്. അവരെ പെരുവഴിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിലൂടെ സംഭവിക്കുന്നത്. പലരും പല ഗ്രാമങ്ങളിൽ ഞാൻ കേട്ട് ആളുകൾക്ക് ഉറക്കമല്ല. കാരണം എന്നെ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഇപ്പൊ എനിക്കിപ്പോ വോട്ടവകാശം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടില്ല, വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിരാശയുള്ളൂ. അല്ലാതെ എനിക്ക് എന്റെ എന്തെങ്കിലും ബെനിഫിറ്റ് തടയാനോ അല്ലെങ്കിൽ ഒന്നും ഇതുകൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നില്ല. ഇപ്പൊ എനിക്ക് പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഇനി പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പാസ്പോർട്ട് കിട്ടിയിട്ട് എവിടെയും പോകാനൊന്നുമില്ല എനിക്ക്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അവരുടെ ഭക്ഷണത്തിന്റെയും തൊഴിലിന്റെയും നിലനിൽപ്പിന്റെ അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ എനിക്ക് തന്നെ ഇത് കഴിഞ്ഞ ശേഷം പലപ്പോഴും പല രാത്രികളിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ എന്തോ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആണ്. അതുപോലെ ഇത് നേരത്തെ പറഞ്ഞ പോലെ എന്റെ ചില സുഹൃത്തുക്കൾ എന്നെ കുറ്റപ്പെടും, നിനക്ക് ഈ രേഖകളെല്ലാം സൂക്ഷിച്ചു, രേഖകളില്ലാത്തോണ്ടല്ലോ എന്റെ രേഖകളുണ്ട്, അത് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്തോ തെറ്റ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു എന്റെ റെസ്പോൺസിബിലിറ്റി അല്ല, ഞാൻ ഇന്ത്യക്കാരാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് സർക്കാരിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ. ഞാൻ ഈ സർക്കാരിനെ വിശ്വസിച്ചാണ് കേരളം വിടുകയും ബംഗാളിലും ഡൽഹിയിലും ഈ 2002 ഞാൻ പല സ്ഥലങ്ങളിൽ യാത്രയായിരുന്നു ജോലിയുടെ കാര്യങ്ങൾ ഇതുമായിട്ട്. അപ്പൊ എന്റെ റിപ്പബ്ലിക്കിന് എനിക്ക് വിശ്വാസമുണ്ട്. ആ രാജ്യം എന്നെ ദേ ഹാവ് ലെറ്റ് മീ ഡൗൺ. അത് പറയുമ്പോൾ എന്റെ കൂടെ പഠിച്ച പല വിദ്യാർത്ഥികൾ, എന്റെ സഹപാഠികൾ, അവരെ പുറത്തൊക്കെ വലിയ 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 പൊസിഷൻ ഇരിക്കുന്നത്. പക്ഷെ അവര് ഈ ജനാധിപത്യം ഇല്ലാത്ത രാജ്യങ്ങളിൽ ജീവിച്ച് അവർക്ക് ഇതൊക്കെ ശീലമുണ്ട്. എവിടെ വെളിയിറങ്ങുമ്പോൾ കയ്യിൽ ഐഡന്റിറ്റി കാർഡില്ല, വെളിയിറങ്ങൂല, പാസ്പോർട്ട് ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയല്ലേ ജീവിച്ചത്. ഇവിടെ ഇന്ത്യയിൽ നമ്മൾ ആരും അങ്ങനെയല്ലേ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യമല്ലേ ഇത്. നമ്മൾ ഇന്ത്യൻ പൗരന്മാർ അഭിമാനത്തോടു കൂടി ജീവിക്കുന്നവരാണല്ലോ. അഭിമാനത്തോടെ അവകാശത്തോടാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ വേറെ വിദേശ രാജ്യങ്ങളിൽ പോലീസുകാരെ വിളിച്ച് ഭയം, നമ്മളിവിടെ എന്തിനും ഭയം നിൽക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കും ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് പറയുമ്പോൾ ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാനും പലപ്പോഴും വളരെ വിഷമിച്ച് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അപ്പൊ ഒരു പാവം ഒരു ദരിദ്രന്റെ കാര്യം ആലോചിച്ചു നോക്കും. എന്തുമാത്രം ഉത്കണ്ഠയും എന്തുമാത്രം വിഷമവും ടെൻഷനും ഒക്കെ ആയിരിക്കും അവർക്ക് ആലോചിച്ചു. തീർച്ചയായും നമുക്ക് ഈ സംവാദം അവസാനിപ്പിക്കാൻ തോന്നുന്നു ചർച്ച. ബംഗാൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവർക്ക് ഇന്ത്യക്കാരായി ബംഗാളികളായി ജീവിക്കാൻ കഴിയുമോ, അവരുടെ പൗരത്വം നിലനിൽക്കുമോ എന്നുള്ള വിഷയം കൂടിയാണ്. ആ നിലയിൽ അവരുടെ പൗരത്വം, അവരുടെ അസ്തിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യമായി പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുകയാണ്. ഈ സംവാദത്തിൽ പങ്കെടുത്തതിന് നന്ദി ശ്രീ രാജഗോപാൽ. നന്ദി.